ഇനി ഇതു വന്നേ, നീ എന്താണ് ഇവിടെ വന്നിരിക്കണേ? എനിക്ക് തോന്നിയായിരുന്നു നീ ഇവിടെ ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കാട്ടി കയറിയിരിക്കാൻ വീട്ടിലോട്ട് കൂടി ഇവിടെ എടി ഇനിയിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്. നടക്കാൻ എന്തായാലും നടന്നു. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ അവനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഫോൺ ചെയ്യണ കാണാറുണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കണം ഒരു പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഇനി ഇപ്പം വിഷമിച്ചിട്ട് സങ്കടപ്പെട്ടൊന്നും ഒരു കാര്യമില്ല. നീ എന്താ ഇനിയിപ്പോൾ വന്നില്ലേ, നീ അമ്മേനെ ഒന്ന് ആശ്വസിപ്പിക്കുക. നീ ഇങ്ങനെ ഇവിടെ വന്നിട്ട് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എന്തായാലും നടക്കണം നടന്ന്. ഞാനേ വീട്ടിൽ ഉണ്ണിനോട് പല പ്രാവശ്യം പറഞ്ഞായിരുന്നു, അവനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ണി എന്നാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കില്ല, അവന് അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഉണ്ണി അങ്ങനെയൊന്നും ഇല്ലടി. ഉണ്ണിനോട് ഞാൻ കുറേ അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവൻ എന്തോ ഒരു നിസ്സാരമായൊരു കാര്യം ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് മാത്രമേ അവൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ അവനെ അമ്മേനേക്കാളും വലുത് ഞാൻ. അതുകൊണ്ട് വീട്ടിലെ ഒരു കാര്യം അവൻ സ്വന്തമായിട്ട് ഇഷ്ടത്തിൽ ചെയ്യാറില്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ ഉണ്ണി. ഇനിയിപ്പം നീ നിനക്ക് ചിക്കുനോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പെങ്കൊച്ച് കുഴപ്പമില്ലാത്ത വീട്ടിലാണെന്നൊക്കെ അറിഞ്ഞാൽ നീ ഇനിയിപ്പോൾ അമ്മേനോട് പറ. പെങ്കൊച്ചിൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ നല്ല ജോലി, അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലിയുള്ള പെങ്കൊച്ച് ഒരു പെങ്കൊച്ച് കണ്ടുള്ളൂ. വഴക്കൂടാതെ അവരെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ പറയാടി. ചുമ്മാ ആൾക്കാരെ പോണവരും മനോരൊക്കെ കാണും. അതിന് മുന്നേ വീട്ടിലേക്ക് എന്തായാലും വിളിച്ചുകൊണ്ട് വന്നു. അവരുടെ വീട്ടിൽ അറിഞ്ഞു, ഇവിടെ അയലക്കത്തുള്ള മിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ അവനെ ആ ഉള്ളിലോട്ട് വിളിച്ച് കയറ്റുവാണെങ്കിൽ ഇനി ഉള്ള ആൾക്കാരെങ്കിലും അറിയാതിരിക്കും. നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ, ഒരു ലേശം കേട്ടാൽ മതി, അത് പിന്നെ വേറെ രീതിയിലൊക്കെ പരത്തോളും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ അമ്മേനോട് പോയി പറയാമെന്ന് വിളിച്ച് കയറ്റാൻ പറ. വീട്ടിൽ ഉണ്ണി ഞാനെപ്പോഴും പറയും, എടാ ഒരു പെണ്ണിൽ ലൈൻ അടിക്കാമെന്ന് 100 പ്രാവശ്യം പറഞ്ഞു തരാൻ പറയണേ. എനിക്ക് വേണ്ട ചേച്ചി, എൻ്റെ ചേച്ചി പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അച്ഛനമ്മയൊക്കെ പറയും. അപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ കെടിച്ചു വിടണുള്ളൂ എന്ന് ഇപ്പോഴും അച്ഛനമ്മയൊക്കെ പറയും. കാരണം അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഞാനും അവനും തമ്മിൽ. അപ്പം അങ്ങനെയാണ് വീട്ടിൽ ഉണ്ണി അങ്ങനെ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറയും. ഒരു കാര്യം പോലും എന്നോട് മറച്ചു വയ്ക്കില്ല. അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം നീ ആദ്യം മുതൽ നീ നോക്കിയായിരുന്നെങ്കിൽ അവൻ്റെ ചിക്കുവിൻ്റെ അടുത്ത് പോയിരുന്ന ഇടയ്ക്ക് വർത്താനൊക്കെ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, ഈ കാര്യങ്ങൾ ഇത്രയും വഷളാവില്ലായിരുന്നു. അപ്പോൾ ആ പെങ്കൊച്ചിനെ വീട്ടിൽ വിളിച്ച് ഇറക്കി കൊണ്ടുവന്നു. എന്ത് ധൈര്യം അവനുള്ളത്! ഒന്നിൽ 10-22 വയസ്സല്ലേ ചെറുക്കമ്മച്ചിനുള്ളൂ. നീ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നീ പോകുന്നു, ഉള്ളിലോട്ട് കയറിച്ചല്ലേ. വെറുതെ അമ്മേനെ വിഷമിപ്പിക്കൊന്നും വേണ്ട. ചെല്ലടി വേണേ. ഞാൻ എനിക്ക് പോട്ടെ. ഞാനിപ്പോൾ അവിടെ ഫ്രണ്ടിൽ മൊത്തം ആൾക്കാർ, അതുകൊണ്ട് ബാക്ക് വശത്തോടെ എനിക്ക് തോന്നി നീ ഇവിടെ എവിടെയും വന്നിരിക്കേണ്ടാവുന്നു. അവിടെ നോക്കിയപ്പോൾ നിന്നെ കണ്ടില്ല. കയറി ചെല്ലട്ടെ. എൻ്റെ അമ്മേനോട് അവരെ വിളിച്ച് അകത്ത് കയറ്റാൻ പറ. പെങ്കൊച്ചിനും പറഞ്ഞില്ല, പെങ്കൊച്ച് ആവശ്യത്തിന് സാമ്പത്തികമൊക്കെ ഉള്ള വീട്ടിലാണ്. നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരെന്തായാലും ആ ഒരു മോളുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ കൊടുക്കാൻ. ഇപ്പോൾ ചെറിയ വഴക്കുണ്ടെങ്കിലും ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ അതൊക്കെ തീരും. സുഖമായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തികമൊക്കെ അവരുടെ വീട്ടിലും കേട്ടോ. അപ്പം നീ അത് പറഞ്ഞ് മനസ്സിലാക്കി അമ്മേനോട് അച്ഛനോടും പറഞ്ഞ് കൂടി കയറ്റിക്കൊണ്ടു അവരെ. നീ പറ, അവരെ കളിപ്പൊക്കെ കയറ്റാൻ പറയാൻ. നീ ശരിയാണ്, ഞാൻ പോട്ടെ കേട്ടോ. ആരത് വിളിച്ചോണ്ട് വന്ന പെണ്ണാ? ഇവിടെയാ? അയ്യേ, നീ ഇവിടെ നിൽക്കട്ടെ. ഞാൻ അമ്മേനെ അച്ഛൻ വിളിച്ചോണ്ടിട്ടെ. അയ്യേ, ഇത് ഇരിക്കട്ടെ, ഞാൻ സമ്മതിക്കില്ല. അതെ, നിന്നോട് വന്ന വഴി തിരിച്ചോക്കോളാൻ പറഞ്ഞു. നീ എന്തുദ്ദേശത്തിലാണ്? അറിയാൻ പാടില്ല. നീ എന്തുദ്ദേശത്തിലാണ് ഇവിടെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കണേ? അതെ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയാണ്ട്, ചേച്ചിക്ക് ഒരു കാര്യം പറയാണ്ട്. വന്നേ. അവനുണ്ടല്ലോ. എടാ ഉണ്ണി, നീ എന്തിനാണ് ഇപ്പം ആ പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കണത്? എൻ്റെ ദൈവമേ, അതിനെ കണ്ടാൽ മതിയിലോടാ. അത് ഏത് കാട്ടിക്കിടന്ന് പെങ്കൊച്ചാണ്? ഈശ്വര, അതിൻ്റെ മുടിയൊക്കെ ഇരിക്കണൊക്കെ റെഡ് കളറാ. അച്ഛനെ പുറത്ത് കടയിൽ പോയി നിന്നെ കൊന്നുകളയും. നിന്നെ ഇവിടെ ഞാൻ എങ്ങനെ വളർത്തിയതാടാ. എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞോണ്ട് ഈ പെണ്ണിൻ്റെ കാര്യം മാത്രം എന്നോട് പറയായിരുന്നു. എന്തൊക്കെ അയ്യോ, ഈ സ്ഥലത്തിൽ വീട്ടിൽ കയറ്റി ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അവളുടെ വീട്ടിലാരൊക്കെയുണ്ട്? അയ്യോ, 5 പെൺപിള്ളേരാ. ഈശ്വര, നിനക്ക് ഇന്നത്തിൻ്റെ ഇളക്കാർന്നൂടാ. നിന്നെ ഇങ്ങനെയാണോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്? എന്തോ ഒരു പ്രതീക്ഷ അച്ഛനമ്മയ്ക്ക് നിങ്ങൾ ഉണ്ടായിരുന്നൂടാ. ഇതിപ്പോൾ അപ്പുറം വീട്ടിലെ ആൾക്കാരൊക്കെ അറിഞ്ഞ എന്താക്കി സ്ഥിതി? ദൈവമേ, അവിടെ ചിക്കു പിന്നെ നല്ല സാമ്പത്തികമുള്ള നല്ല സുന്ദരി പെണ്ണിനെങ്കിലും വിളിച്ചോണ്ട് വന്നേന്ന് പറയാം. ഇത് എന്നതാണ് നീ വിളിച്ചോണ്ട്? നീ എന്ത് എവിടെ നോക്കിയാണ് ഈ പെണ്ണിനെ സ്നേഹിച്ചത്? ഇതേ പേരൊക്കെ പറഞ്ഞാണോ? അയ്യോ, ഇത് എന്നാണിത്? എനിക്ക് പേടിയാണല്ലോ. ഈശ്വര, നിന്നെ കുറിച്ച് ഞാൻ എങ്ങനെയാണല്ലോ വിചാരിച്ചത്. നീ എല്ലാ കാര്യം എന്നോട് തുറന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പേരും എൻ്റെ തലയിൽ വന്ന് വെക്കില്ലടാ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ലല്ലോ. ദൈവമേ, അയലക്കാരോടൊക്കെ ഞാൻ നിങ്ങൾ എന്നെ പറയും. അമ്മയുടെ അച്ഛനെ മാനം നീ കളഞ്ഞില്ലടാ. അയ്യോ ഈശ്വര, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. നീ ആ പിന്നെ വന്ന വഴി കൊണ്ടാക്കിക്കേ. നിങ്ങളിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ബൈക്കിനാ? എൻ്റെ ഡാവേ, ഈ ടൗണിൽ കൂടെ വന്നേ, കടയുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് വന്നേ. അവരൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല നീ പെണ്ണെ കൊണ്ട് വന്നേക്കണേ. എൻ്റെ ഈശ്വര, ഇതാ സാരമില്ല. അത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. നീ ആ പെണ്ണെ കൊണ്ട് വീട്ടിലാക്കാൻ നോക്കി. നീ എന്തറിഞ്ഞിട്ട് പെണ്ണെ വിളിച്ചോണ്ട് കൊണ്ട് വന്നേ? അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടട്ടെ. ജോലിയൊക്കെ കിട്ടിയിട്ട് നല്ല സുന്ദരി പെണ്ണിന് ചേച്ചി കണ്ടുപിടിച്ച് തരാം. എൻ്റെ ഈശ്വര, നീ എന്നെക്കാൾ 1 വയസ്സിന് ഇളയതുള്ളൂ കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ കെട്ടിയാൽ മതി. നീ കല്യാണം കഴിയാണ് ഞാൻ ഇങ്ങനെ ഇന്നും മുരടിച്ച് പോകാൻ വേണ്ടിയാണോ?
എനിക്കാലും മുന്നേ നീ കല്യാണം കഴിച്ചു വന്നാൽ അയ്യേ അത് കിട്ടിയ വല്ല കോലമുള്ളതിനെ ഞാൻ വേണ്ടില്ല എന്ത് എന്തിട്ട് കോലത്തിന് കിട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ പൈസ നീ നിനക്ക് വല്ല ജോലി കിട്ടി കഴിഞ്ഞാൽ പൈസ ഉണ്ടാകണമെന്നാണ് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ടതില്ല. എനിക്ക് നാണായിട്ട് കൊണ്ടില്ല. നീ ഇപ്പം അച്ഛനോട് അമ്മയോട് എന്നെ പറയും എന്താ വീട്ടിൽ ഞാൻ കേട്ട സമയക്കില്ല കേട്ടോ, എന്നാന്ന് വെച്ചാൽ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് പൊക്കോ, വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ടെന്നില്ല. ഞാൻ മുന്നോട് പറയും അമ്മ വരുമ്പോൾ വരും നിനക്ക് കിട്ടും നിനക്ക്. ആ ഇനി നിന്നെ നീ പോയി രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ അമ്മ നിന്നെ കൊന്നു കഴിയുന്നു. പോവല്ലോ സോറി. ആ കൊണ്ടുവന്നാക്ക അതായിട്ട് നിനക്ക് നല്ലത്. നീ ചെല്ല്. ആ ഒന്നുമില്ല അമ്മ, അവൻ എന്നെ കടയിൽ പോകുന്നിട്ട് എന്താ മേടിക്കണ്ടേന്ന് അറിയാൻ വന്നതാ. പൊയ്ക്കോ വേഗം കൊണ്ടുവന്ന് വീട്.